കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും. SHO ഉൾപ്പെടെ 10 പോലീസുകാർക്കും സമരക്കാർക്കും ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, സാധാരണഗതിയിൽ നമ്മുടെ പോലീസ് സേനയ്ക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത്ര ആളുകളെയൊക്കെ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിൽ ഒഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ 10ലേറെ പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? രണ്ടാമത്തെ കാര്യം, എന്തിനായിരുന്നു ഈ പ്രതിഷേധം? ഇതെങ്ങനെയാണ് അക്രമാസക്തമായത്? ശ്രീജ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം പ്രത്യേക പ്രകടനവുമായി എത്തുകയായിരുന്നു. ഇവർ നേരെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിയത്. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഗേറ്റ് അടക്കി ഇവരെ തടഞ്ഞ സാഹചര്യമുണ്ട്. ഗേറ്റ് തടഞ്ഞപ്പോൾ തന്നെ ഉന്തും തള്ളും ഉണ്ടായപ്പോൾ ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് അവിടെ നിന്നും ഇവർ SP ഓഫീസ് ലക്ഷ്യമാക്കി പ്രതിഷേധ പ്രകടനമായി എത്തുകയായിരുന്നു. SP ഓഫീസിലേക്ക് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. 3 പേരെ SP ഓഫീസിലേക്ക് കടത്തിവിട്ടു, ചർച്ച ചെയ്യാനായിട്ട് കടത്തിവിട്ടു. ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഈ പ്രകോപിതരായ ട്രാൻസ്ജെൻഡേഴ്സ് നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഇവർ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം തന്നെ നടത്തിയത്. ഈ സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ട സാഹചര്യമുണ്ടായി. 100 കണക്കിന് വാഹനങ്ങൾ നിർത്തിയിട്ട സാഹചര്യത്തിലേക്ക് എത്തി. നമുക്കറിയാം, സ്കൂൾ വിട്ട് വരുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളടക്കുന്ന സ്കൂൾ ബസ്സും എല്ലാം നിർത്തിയിട്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ബൈക്ക് യാത്രികനുമായിട്ട് ഇവർ തർക്കത്തിലാകുന്നു. ഈ തർക്കം നാട്ടുകാരെ ഏറ്റെടുത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പോലീസ് ഇടപെടുന്നു. ഈ ഒരു വിഷയം വലിയൊരു കയ്യാങ്കളിയിലേക്കും എത്തുന്നു. അങ്ങനെ പോലീസിന് അക്രമമേൽക്കുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കുപ്പി എടുത്ത് എറിഞ്ഞ സാഹചര്യമുണ്ടായി. കൊട്ടാരക്കര SHO നെറ്റിയിൽ പരിക്കേറ്റു. അതുപോലെ തന്നെ ഒരു വനിതാ ഡ്യൂട്ടിയിലുണ്ടായ വനിതാ പോലീസിന്റെ ലാത്തി പിടിച്ച് അവരെ അടിച്ച സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു പോലീസുകാരന് പരിക്കേറ്റു. അങ്ങനെ ഏകദേശം ഒരു 10 പോലീസുകാർക്ക് നിസ്സാര പരിക്കുകളേറ്റ്. ഇവരെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ച സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള അക്രമാസക്തമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നിലനിന്നത്. ശ്രീജ, ഇത് സംഭവം 2021 നിലവിൽ ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇവർ അന്ന് രാത്രിയിൽ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. അതുപോലെ തന്നെ പോലീസ് വാഹനം തടയുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. ഇതിനെതിരെ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. 7 പേർക്കെതിരെയായിരുന്നു കേസുണ്ടായിരുന്നത്. ഈ കേസ് സമൻസ് നോട്ടീസ് അയക്കുകയും വാറണ്ടായ സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ പ്രതിഷേധിച്ച 20ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശ്രീജ, വിനീഷ്, ഈ പ്രതിഷേധം ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ തെരുവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തെരുവ് യുദ്ധം പോലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ വേണ്ടത്ര പോലീസ് ഇല്ലായിരുന്നു. ഇങ്ങനൊരു ലാത്തി പിടിച്ചു വാങ്ങി തല്ലുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ആ വനിതാ പോലീസിന്റെ കൈകൾക്കൊക്കെ തല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ലേ?
ശ്രീജ, പോലീസ് വലിയ രീതിയിലുള്ള സമാധാനം നടത്തി. അതായത് ഇവരുമായി ചർച്ച ചെയ്ത് ഇവരെ പ്രശ്നം പരിഹരിച്ച് പറഞ്ഞുവിടാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. ഒടുവിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലീസുകാരെക്കാൾ ഉപരി മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം ഇവർ തിരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വനിതാ പോലീസിനെ അടക്കം ഇവർ മർദ്ദിച്ചെങ്കിലും പോലീസ് തിരിച്ചുള്ള ആക്രമണത്തിലേക്ക് മുതിർന്നിരുന്നില്ല. പിന്നെ സിഐക്ക് അടക്കം ഇവർ കുപ്പിയേറിൽ പരിക്കേൽപ്പിച്ച സാഹചര്യമുണ്ടായി. നിരവധി പോലീസുകാരെ അതുപോലെ തന്നെ ഇവർ വസ്ത്രമൂരി പ്രതിഷേധിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 എടുത്ത കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ SP-യുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പോലീസ് പറഞ്ഞെങ്കിലും ഇവർ അതിന് മുതിരാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ശ്രീജ, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ കൊട്ടാരക്കരയിൽ നടന്ന പ്രതിഷേധമാണ് ഇങ്ങനെ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശത്. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ അക്രമമുണ്ടായി. അതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോവുകയാണ്. 10 പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്.